ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ എന്റെ അടുത്തല്ല കാണിക്കേണ്ടത്. ഇത്രയും കാലം നിന്നോട് നുണ പറഞ്ഞു നിന്റെ അമ്മയോടാ, നിന്റെ ഭാര്യയോടാ, നിന്റെ അനുജത്തിയോടാ. സാറേയും മനുവും എന്തിനാണ് വന്നതെന്ന് മോൾക്കറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നിരുന്ന വലിയൊരു അപമാനത്തിന് ഇന്ന് ഉത്തരവായി. എന്താണമ്മേ? ജ്യോതിക്ക് സംഭവിച്ച ആ വലിയ ചതിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നത് തെറ്റാണ്. ആദിയുടെ അച്ഛൻ മനുവാണ്. മനു നമ്മളെ തിരഞ്ഞു നടക്കുകയായിരുന്നു, ഇതൊന്ന് തുറന്നു പറയാൻ. പക്ഷെ നമ്മൾ ആർക്കും പിടികൊടുത്തില്ലല്ലോ. അല്ലെങ്കിൽ എത്രയോ മുൻപേ ജ്യോതി അവൻ സ്വീകരിച്ചേനെ. ഇപ്പോ എന്താ അവൻ പറയുന്നത്? അവൻ നല്ലവനാ. അവളെ വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. മോളെ, തൽക്കാലം ഇത് മറ്റാരും അറിയരുത്, പ്രത്യേകിച്ചും ജീവൻ. ജീവൻ അറിഞ്ഞ അവൻ പഴയതുപോലെ ആവും. അവനൊരു പക്ഷെ ജ്യോതിയെ... അമ്മ എന്തൊക്കെയാ പറയുന്നേ? ജീവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇവിടെ ഈ ഹോസ്പിറ്റലില് അബോധാവസ്ഥയിൽ കിടക്കുമ്പോ ജീവനിലെ യാഥാർത്ഥ്യം ഞാൻ കണ്ടതാ. ഇനി അമ്മ എത്ര പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ജീവൻ മാറിയമ്മേ, വല്ലാതെ മാറി. അന്ന് ജ്യോതിയുടെ അടുത്ത് വന്നത് മനുവാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ എങ്ങനെയാ വീട്ടിൽ വന്നു? അപ്പം ജ്യോതിയെയും മനുവിനെയും മറയാക്കി നിത്യ അവനെ വിളിച്ചു വരുത്തിയതാ.